ഏപ്രിൽ 22-ന് പകരം 22 മിനിറ്റുകൾ കൊണ്ട് പാകിസ്ഥാനിലെ 9 ഭീകര ഫാക്ടറികളിൽ മിന്നലാക്രമണം നടത്തി മറുപടി നൽകിയെന്ന് ബിക്കാനീറിലെ പൊതുവേദിയിൽ തിങ്ങി നിറഞ്ഞ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് മോദി പറഞ്ഞു. ശത്രുവിന്റെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള കടുത്ത ശിക്ഷ. പ്രത്യാക്രമണം നടത്താനിറങ്ങിയ പാക് സൈന്യത്തെ ഇന്ത്യയുടെ സായുധ സേന ഒന്നിച്ച് മുട്ടുകുത്തിച്ചുവെന്ന് സേനയെ അഭിമാനപൂർവ്വം ഓർത്ത് അദ്ദേഹം പറയുന്നു. ജോ സിന്ദൂർ മിട്ടാനെ നിക്കലെ സേ उन्हें मिट्टी में मिलाया है. ये सिर्फ आक्रोश नहीं है, ये समर्थ भारत का रौद्र रूप है. സിന്ദൂരം മായ്ച്ചവർക്ക് തന്നെ സിന്ദൂരത്തിന്റെ പ്രഹരശേഷി കാണിച്ചു കൊടുത്തു. പെഹൽഗാമിൽ വീണ ഓരോ തുള്ളി ചോരയ്ക്കും കണക്ക് പറയിപ്പിച്ചുവെന്ന് പ്രധാനമന്ത്രി. സിന്ധു നദീജല കരാറിൽ കൂടുതൽ ചർച്ചയ്ക്കില്ലെന്ന് വ്യക്തമാക്കി മോദി വിദേശ പര്യടനം നടത്തുന്ന ഇന്ത്യൻ സർവകക്ഷി സംഘം ലോകത്തിന് മുന്നിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടുമെന്നും ആത്മവിശ്വാസം പ്രഖ്യാപിച്ചു. പാകിസ്ഥാൻ ലക്ഷ്യമിട്ടവയിലൊന്നായ നാൾ വ്യോമതാവളം സന്ദർശിക്കാനാണ് പ്രധാനമന്ത്രി ബിക്കാനീറിലെത്തിയത്. സൈനികരുമായി സംസാരിച്ച ശേഷം അദ്ദേഹം ദേശ്മുഖ് റെയിൽവേ സ്റ്റേഷനിലെത്തി പുതിയ ബിക്കാനീർ മുംബൈ എക്സ്പ്രസ് ട്രെയിൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. അമൃത് പട്ടികയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. 26,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിച്ചത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.